ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ദുആഉൽ കർബ്. ഈ ദുആഉൽ കർബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അവിടുന്ന് എന്തെങ്കിലും മാനസികമായോ ബുദ്ധിമുട്ട് വന്നാൽ, മാനസികമായി എന്തെങ്കിലും ഒരു ടെൻഷൻ, ഒരു പ്രയാസം ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുണ്ടായിരുന്ന ദിക്റാണ് ദുആഉൽ കർബ് എന്നുള്ളത്. ഈ ദുആഉൽ കർബ് പതിവാക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടുകയും ബുദ്ധിമുട്ടെല്ലാം നീങ്ങുമെന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആഉൽ കർബ് അതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ്. അതായത് ദുആഉൽ കർബ് ചൊല്ലിയിട്ട് ജയിലിൽ നിന്ന് മോചിതനായ, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടൊരു സംഭവം. അതായത് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ബത്വാൽ 448 ഹിജറ 448 വഫാത്തായ ഇബ്നു ബത്വാൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണ്. മഹാനവർ പറയുകയാണ്, ഇസ്ബഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു അബൂ നുഐം എന്ന് പറയുന്ന ആള്. ഈ മഹാനവറുകൾ ഇസ്ബഹാൻ എന്ന സ്ഥലത്ത് ഹദീസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ അരികിൽ ഹദീസ് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഹദീസ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലെ ഒരു പ്രധാന ശിഷ്യനായിരുന്നു അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു. അബൂബക്കർ റാസി എന്ന അവരുടെ ശിഷ്യനാണ്. മഹാനവറുകൾ അബൂ നുഐമിന്റെ അരികിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഹദീസ് ഇങ്ങനെ എഴുതുന്ന സമയമാണ്. ആ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് അന്ന് ഇസ്ബഹാനിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ ബിൻ അലി എന്നാണ്. വലിയ പണ്ഡിതനാണ്. ഫത്വ കൊടുക്കാൻ പറ്റിയ, അക്കാലഘട്ടത്തിൽ ഫത്വക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു അബൂബക്കർ ബിൻ അലി എന്ന മഹാൻ. ഈ അബൂബക്കർ ബിൻ അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ ബിൻ അലി എന്ന മഹാനവറുകളെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇല്ലാത്ത കഥയും പരദൂഷണവും പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തെ ജയിലിലേക്ക് അടക്കപ്പെടുകയാണ്. അങ്ങനെ ജയിലിലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം അബൂബക്കർ റാസി എന്നവർക്ക് വളരെ വിഷമമായി. ഇങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന സമയത്ത്, വലിയ പണ്ഡിതനാണ്, ഈ ഹദീസ് പണ്ഡിതരാണ് ജയിലിലാക്കിയിട്ടുള്ളത്. ഒരു കാരണവുമില്ലാതെ ആരോ ഒരാൾ നെമീമത്ത്, പരദൂഷണം, ഇല്ലാത്ത കഥ പറഞ്ഞു കൊടുത്തപ്പോ അത് വിശ്വസിച്ചിട്ട് ഭരണാധികാരി അങ്ങനെ ചെയ്തതാണ്. ഏതായാലും അബൂബക്കർ റാസി എന്ന ഈ പണ്ഡിതന് വളരെ വിഷമമായി. അങ്ങനെ അവർ ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ്, നമ്മുടെ എല്ലാം കരളിന്റെ കഷ്ണമായ, നമ്മളെല്ലാം സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അബൂബക്കർ റാസിയോട് പറയുകയാണ്, നിങ്ങൾ നേരം പുലർന്നു കഴിഞ്ഞാൽ അബൂബക്കർ ബിൻ അലി ആ ജയിലിലുള്ള പണ്ഡിതന്റെ അരികിലേക്ക് പോകണം. എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം, സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ദുആഉൽ കർബ് ചൊല്ലാൻ വേണ്ടി പറയണം. നേരം പുലർന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു ജയിലിലേക്ക് പോകുകയും അബൂബക്കർ റാസി അവിടെ ജയിലിലുള്ള അബൂബക്കർ ബിൻ അലി എന്നവരോട് സംസാരിക്കുകയും അങ്ങനെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞ സംഭവം, സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവം പറയാൻ വേണ്ടി അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പിന്നെ അദ്ദേഹം അത് ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കെ വളരെ പെട്ടെന്ന് തന്നെ, വളരെ കുറഞ്ഞ ദിവസത്തിനകം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതാണ് ദുആഉൽ കർബിന്റെ ഫലം. ഇത് ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചതാണ്. ലോക പ്രശസ്തമായ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരും ഹസൻ എന്നാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരും ഹസൻ റളിയല്ലാഹു അൻഹു എന്നാണ്. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അക്കാലഘട്ടത്തിൽ ദുഷ്ടനായ ഒരു ക്രൂരനായ ഭരണാധികാരി, ആ ഭരണാധികാരി പേര് വലീദ് എന്നാളാണ്. വലീദ് ബിൻ മലിക് ബിൻ മർവാൻ, ആ വലീദ് എന്നാള് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ. വലീദ് ഭരണാധികാരിയാണ്. അപ്പൊ അന്ന് ഉസ്മാൻ ഇബ്നു ഹയ്യാൻ എന്ന ഭരണം ഈ വലീദ് തീരുമാനിക്കുകയാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ വേണ്ടി 100 അടി പരസ്യമായി അടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആരോ ഒരു ഇല്ലാത്ത കഥ പറഞ്ഞു കൊടുത്തപ്പോ
അടിക്കാൻ വേണ്ടി ഭരണാധികാരി തീരുമാനിച്ചു. ആ ഒരു ശിക്ഷ 100 അടി അടിക്കണം, പരസ്യമായിട്ട് ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അടിക്കണം എന്ന് ആ വിധി തീരുമാനിക്കണം, ആ അടി നടപ്പിലാക്കാൻ വേണ്ടിയും ഏൽപ്പിക്കുന്നത് ഉസ്മാൻ ബിൻ ഹയ്യാൻ എന്ന ഒരു വ്യക്തിയെയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു പിടിച്ചുകൊണ്ടുവരികയും ജനങ്ങളെ മുന്നിലിട്ടുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു അവരെ അടിക്കുകയും 100 അടി അടിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഉസ്മാൻ ബിൻ ഹയ്യാൻ എന്ന ഭരണാധികാരി അല്ലെങ്കിൽ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ഹസൻ റളിയല്ലാഹുവിനോട് വരാൻ പറയുകയും ശിക്ഷിക്കാൻ വേണ്ടിയും തീരുമാനിക്കുകയും ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അലി റളിയല്ലാഹു അൻഹു ഈ വിവരം അറിയുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരും അലി എന്നാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകന്റെ പേരും അലി. അലി പേരക്കുട്ടിയായ അലി എന്നവരും കൂടി ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ്. വന്നിട്ട് ശിക്ഷ നടപ്പിലാക്കുന്ന സമയം കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകനായ അലി എന്നവര് പറയുകയാണ്, യാ ഇബ്ന അം, നിങ്ങൾ പറയണം, യാ ഇബ്ന അം എന്ന് വിളിച്ചുകൊണ്ട് പറയാ, തക്കല്ലം ബികലിമാത്തിൽ ഫറജ് ബിഫറജില്ലാഹി അൻക, തക്കല്ലം ബികലിമാത്തിൽ ഫറജ് യുഫരിജുല്ലാഹു അൻക എന്ന് പറയുകയും, ഈ ഹദീസ് ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹുവിനോട് പറയുകയാണ്, നിങ്ങൾ ബുഖാരിയിലുള്ള ആ ഹദീസ് ഓതി കൊടുത്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആ ഒരു ദിക്ർ ചെല്ലണം എന്ന്. അങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയും ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ടപാട് തന്നെ ദുആഉൽ കർബ് ചൊല്ലുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ദുആഉൽ കർബ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു ഹയ്യാൻ എന്നവർക്ക് എന്തോ ഒരു മാറ്റം വരികയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു ഹയ്യാൻ എന്ന ആള് മിമ്പറിൽ കയറുകയും മിമ്പറിൽ കയറിയിട്ട് പറയുകയാണ്, എനിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അറാ വജ്ഹ റജുലിൻ കുദിബ അലൈഹി, ഈ ആളുടെ മേൽ കളവ് ആരോപിക്കപ്പെട്ടതാണ്, കുറ്റം ആരോപിക്കപ്പെട്ടതാണ്, കളവ് പറയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ അമീറുൽ മുഅ്മിനുമായി സംസാരിക്കട്ടെ, അതുകൊണ്ട് അവരെ ഒഴിവാക്കണം, ശിക്ഷിക്കേണ്ടതില്ല എന്ന് സംഭവം പറയുകയാണ്. ഇത് ഒരുപാട് കിതാബുകൾ കാണാൻ കഴിയും, ഫതുഹുൽ ബാരിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹിജ്റ 384 വഫാത്തായ അലീന് തനൂഖിയുടെ അൽ ഫറജു ബഅദ ശിദ്ദ എന്ന കിതാബിലും ഈ സംഭവം കാണാൻ കഴിയും, മറ്റുള്ള കിതാബുകളിലും കാണാൻ കഴിയും. ഏതായാലും പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ദുആഉൽ കർബിന് വളരെ പ്രാധാന്യമുണ്ട്. എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ആ എല്ലാ അധികാരിയുടെ പക്കത്തിൽ നിന്ന് കിട്ടേണ്ട ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാത്തിനും പരിഹാരം ദുആഉൽ കർബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ അവിടുന്ന് ചൊല്ലിയിരുന്ന ദിക്ർ അത് ദുആഉൽ കർബാൻ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പതിവാക്കുന്നവർക്ക് വളരെ ഉപകാരമാണ്. ഗർഭിണികളായ ആളുകൾ സുഖപ്രസവത്തിനും ഏറ്റവും നല്ല ദിക്ർ ഇമാമിങ്ങൾ ഒട്ടുമിക്ക കിതാബുകളിലും, ബുഖാരിൽ മാത്രമല്ല ഫിഖിന്റെ ഒരുപാട് കിതാബുകളിൽ കാണാൻ കഴിയും. ഗർഭിണികളായ ആളുകൾക്ക് ദുആഉൽ കർബ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രസവം എളുപ്പമാവുകയും സുഖപ്രസവമാവുകയും എന്ന് ഒരുപാട് കിതാബുകൾ കാണാൻ കഴിയും. ഫിഖിന്റെ ഒരുപാട് കിതാബുകളിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഗർഭിണിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഏറ്റവും പാരായണം ചെയ്യപ്പെടേണ്ട ദിക്ർ അത് എല്ലാ മറ്റുള്ള ദിക്റുകൾക്ക് പുറമെ ദുആഉൽ കർബാണ് എന്നുള്ളത്. ഇത്രയും വലിയ സംഭവങ്ങൾ, ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയും ഭരണാധികാരിയുടെ അടുത്തിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുന്നതുമെല്ലാം ഈ ദുആഉൽ കർബ് മുഖേനയാണ്. വളരെ പ്രധാനമുള്ള, വളരെ പവിത്രമായ, വളരെ ശ്രേഷ്ഠമായ, ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ദുആഉൽ കർബ് എന്നുള്ളത്. ഇത് സ്ഥിരമായി ചെല്ലുന്ന ആളുകൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളും മാത്രമല്ല, ഇങ്ങനെ സ്ഥിരമായി ചെല്ലുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷിക്കുന്നതാണ്. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.